സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമതായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന്റെ വിശുദ്ധ വഴിയിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇത് കണ്ട ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയത് എന്ന് ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്ത അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്ത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവ് അത്തിവൃക്ഷത്തെ സമീപിച്ചപ്പോൾ അതിൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല എന്ന് സുവിശേഷം വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരികയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ ഉളവാക്കേണ്ട ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥന ഇലകളാണ്. പ്രാർത്ഥന ഫലമായി മാറണമെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പ്രാർത്ഥന ഫലമായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഇലകളായി മാത്രം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഫലങ്ങൾ ഉളവാക്കുവാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. ഫലങ്ങൾ ഉളവാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥപൂർണമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇലകൾക്കല്ല പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത്, ഫലങ്ങൾക്കാണ്. ഫലങ്ങൾ ഉളവാക്കേണ്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് കൂടുതൽ ഫലങ്ങൾ ഉളവാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.